morning all. Good morning, ma'am. Okay, good morning. Good morning, ma'am. Okay, all good morning. അപ്പോൾ നമ്മള് അല്ലേ Good morning. good morning. നമ്മള് എന്താ പറയാ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ ലീവ് ആയിരുന്നു. നമുക്ക് വീണ്ടും ഈ ക്ലാസ് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാവരും എടുക്കുക. മിക്കവാറും വേറെ ടീച്ചറിന്റെ ആയതുകൊണ്ട് ഞാനെങ്കിലും എടുക്കാത്തതുണ്ടെങ്കിൽ എല്ലാവരും എടുക്കുക. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലാണ്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നു. അപ്പൊ 2-3 ദിവസം ലീവൊക്കെ അത് കിട്ടിയ കാരണം കൊണ്ട് എല്ലാവർക്കും വായിക്കാനുള്ള ഒരു ടൈം കിട്ടിയായിരുന്നു അല്ലെ? ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഭാഗങ്ങള് ക്ലിയർ ആവാത്തതുണ്ടോ? നമ്മൾ എവിടെയും വരെയാ പറഞ്ഞു നിർത്തിയത്? എല്ലാവരും സൈലന്റ് ആണല്ലോ. Geriatrics. ഓക്കെ, ചെറിയ ട്രിക്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോ അവിടെ വരെയും നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുറേശ്ശെയാണ് നമ്മൾ ഒരു 3-4 ഡിപ്പാർട്ട്മെന്റ്സ് മാത്രമേ കുറേശ്ശെയാണ് എടുത്തു പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ടത് ജനറൽ മെഡിസിൻ ആണ്. എല്ലാവരും എടുത്തു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഓക്കെ, ജനറൽ മെഡിസിന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പൊതുവെ അല്ലെ ടിക്കറ്റ് ഈ ഒപിയിൽ ചെന്ന് നമ്മൾ ടിക്കറ്റ് ഇരിക്കുകയാണെങ്കിലും അവരാദ്യം തന്നെ ചോദിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്ടറിനാണോ ജനറൽ ആയിട്ടുള്ള ഇതിനാണോ എന്ന് ചോദിക്കും അല്ലെ? അങ്ങനെ തന്നെയല്ലേ? ജനറൽ വിഭാഗമാണോ എന്ന് തിരക്കാറില്ലേ? മിക്കവാറും നമ്മളോട് ചോദിക്കും എന്താണ് ഫിസിഷ്യനെ കാണാനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാനാണോ പ്രധാനമായിട്ടും തിരക്ക്. അപ്പൊ എന്താണ് ഫിസിഷ്യന്റെ പ്രത്യേകത? എന്താണ് ജനറൽ മെഡിസിന്റെ പ്രത്യേകത? എന്നൊക്കെ ആ പേരിൽ തന്നെ നമുക്കറിയാമല്ലോ. ജനറൽ വിഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്കത് അതിനെ വെച്ച് കണ്ടിന്യൂ ചെയ്യാലോ എന്ന് ഓർത്തിട്ടാണ്. ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ മെസ്സേജ് അയക്കുക. എന്താണ് ജനറൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാ? അത്യാവശ്യം അല്ലെ എത്തരത്തിലുള്ള പേഴ്സൺസ് സാധാരണയായി നമുക്കറിയാം എന്താണ് നമ്മുടെ 14 വരെയുള്ള ഏജിലുള്ള പേഴ്സൺസിന് കഴിഞ്ഞ് അല്ലെ ആ ഒരു ടൈമിൽ എന്താണ് നമ്മൾ പീഡിയാട്രീഷ്യനെ തന്നെ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം നാച്ചുറലി നമ്മൾ ഏത് ഡോക്ടറിന് സാധാരണ ഒരു വലിയ പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളൊരു ജനറൽ മെഡിസിൻ അല്ലെ ഒരു ഫിസിഷ്യനെ കാണാനായിട്ടാണ് മുതിരുന്നത്. അപ്പൊ അത്തരത്തില് സാധാരണ രീതിയിൽ വ്യത്യസ്തം നമുക്കറിയാം. ഒരു സ്പെഷ്യൽ വിഭാഗമല്ല, എന്നാൽ കുറച്ച് കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഫിസിഷ്യൻ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് മാത്രം നോക്കും. ഓക്കെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ ശരീരത്തിന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇതിപ്പോ നമുക്ക് ഐയോ അല്ലെങ്കിൽ വീത്തോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ന്യൂറോവുമായി ബന്ധപ്പെട്ട നെർവുമായി ബന്ധപ്പെട്ട അങ്ങനെ സ്പെഷ്യൽ വിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നാൽ ബോഡിയുടെ വ്യത്യസ്ത വിഭാഗങ്ങളെ ഒന്നിച്ചെല്ലാം ചെറിയൊരു എക്സാമിനേഷൻ ഒക്കെ നടത്തിയിട്ട് നമുക്കറിയാം. ജനറൽ ആയിട്ടുള്ള മെഡിസിൻ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് സമീപിച്ചു കഴിയുമ്പോൾ ആ ഡോക്ടർ ചില കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ ഡിസൈഡ് ചെയ്യും. കേൾക്കുന്നില്ല? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? വോയിസ് ക്ലിയർ അല്ല? കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, എന്തോ എന്തെങ്കിലും ഇതായിട്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സാധാരണയായിട്ട് അപ്പോൾ നമുക്കറിയാം വ്യത്യസ്ത അല്ലെ ഡോക്ടേഴ്സിന് നമുക്ക് ജനറൽ എന്ന് പറയുമ്പോൾ എന്താണ് പൊതുവായിട്ട് നമുക്കറിയാം ഒരു സ്പെഷ്യൽ ഇതിന് വേണ്ടിയിട്ട് അല്ലെ ഒരു സ്പെഷ്യൽ ഓർഗനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബോഡിയുടെ ഏതെങ്കിലും പാർട്ടിനെ ബേസ് ചെയ്തിട്ടോ അല്ല, മൊത്തത്തില് നമ്മുടെ ശരീരത്തിന്റെ എന്തെങ്കിലും ഭാഗങ്ങളിൽ
എന്തെങ്കിലും ചതവോ എന്താണെങ്കിലും നമുക്ക് വരുമ്പോഴേ അല്ലെ ചിലപ്പോ ആണെങ്കിൽ എന്താണ് ഫീവർ ആയിട്ട് എന്താവാം, അതല്ലെങ്കിൽ ഡയബറ്റീസുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ കൊളസ്ട്രോളിൽ കയറി നിൽക്കുന്ന അസ്വസ്ഥത കൊണ്ടാവാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ബുദ്ധിമുട്ട് എന്താണ് ഈ വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നതെന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ജനറൽ വിഭാഗത്തിലെ ഡോക്ടറെ നമ്മൾ സമീപിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്ക് പോകാം. എന്താണ് ഇന്റേണൽ മെഡിസിൻ ഓർ ജനറൽ മെഡിസിൻ ഈസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അഡൽട്ട് ഡിസീസസ്. അതായത് നമുക്കറിയാം ഒരു മുതിർന്ന അല്ലെ നമുക്ക് പീഡിയാട്രീഷ്യന് ശേഷമുള്ള ഒരു വിഭാഗത്തെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ചിലപ്പോ ആണെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് അല്ലെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണക്രമം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിലായിരിക്കാം അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു രോഗനിർണയം എന്താണെന്ന് അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള ഒരു പ്രിവെൻഷൻ അല്ലെ, ഇത്തരത്തിലായിട്ട് ഇങ്ങനെ ഭക്ഷണങ്ങളൊന്നും കഴിക്കരുതെന്ന് ഡോക്ടേഴ്സ് നമുക്ക് എക്സാമിൻ ചെയ്യുമ്പോൾ അല്ലെ പരിശോധനയ്ക്ക് ശേഷമാണ് അവര് കൃത്യമായിട്ട് പറയും. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഭക്ഷണക്രമത്തിന്റെ ആയിരിക്കാം, ചിലപ്പോൾ ഈ എന്താണ് ഈ ക്ലൈമറ്റിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നിരിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. എന്താണ് കൃത്യമായിട്ട് ഇന്ന കാരണം കൊണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ജനറൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ, ജനറൽ വിഭാഗം എന്ന് പറയുമ്പോൾ പീഡിയാട്രിഷ്യന് ശേഷമുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് വിഭാഗമല്ല. മൊത്തത്തില് നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അല്ലെ, കുറച്ചുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ ഡോക്ടർ എക്സാമിൻ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒരു പക്ഷേ പറയും എന്താണ് ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ എന്താണ് നെഫ്രോ വിഭാഗത്തിലെ ഡോക്ടറെ കാണണം. കാരണം അവർക്ക് കണ്ടെത്താൻ സാധിക്കും. അവര് ഒരു സ്പെഷ്യൽ അല്ല എങ്കിൽ കൂടി മൊത്തത്തില് ഒരു എന്താണ് നമ്മുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട രോഗകാരണങ്ങള് കണ്ടുപിടിക്കുന്ന ഒരു വിദഗ്ധനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിട്ട് എന്താണ് കൃത്യമായിട്ട് ഇന്ന ഡോക്ടറിനെ നിങ്ങൾ കാണണമെന്ന് നമുക്ക് റെഫർ ചെയ്തു. അപ്പൊ അതാണ് പറയുന്നത് ജനറൽ പ്രാക്ടീഷണർ. വീണ്ടും അതിൽ പറഞ്ഞു നിങ്ങൾക്ക് കൊണ്ടും സെന്റൻസ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാവും. ജനറൽ പ്രാക്ടീഷണർ ഓർ എന്താണ് അതിനൊരു ഷോർട്ട് ഫോം കൊടുത്തേക്കാണ് GP എന്നുള്ളത്. is a physician who is not specialized in one particular area of medicine. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അല്ലെ നമ്മളൊരു ന്യൂറോ വിഭാഗത്തിനെ അല്ലെങ്കിൽ എന്താണ് നെഫ്രോ വിഭാഗത്തിന് അല്ലെങ്കിൽ കണ്ണിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്പെഷ്യൽ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്ടർ അല്ല ആരെന്ന് പറയുന്നത് ഫിസിഷ്യൻ അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ ആയിട്ടുള്ള ഡോക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അദ്ദേഹം തരുന്നത്. സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വിദഗ്ധനെ കാണണമെന്ന് സാധാരണയായിട്ട് ഈ ഡോക്ടറാണ് നിർദ്ദേശിക്കാറുള്ളത്. മനസ്സിലായില്ലേ എന്താണെന്നുള്ളത് മീൻ ചെയ്തോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കണ്ടിന്യൂ ചെയ്യാലോ. പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് പറയുന്നത് റൊട്ടീൻ ഹെൽത്ത് കെയർ എക്സാമ്പിൾ ഫിസിക്കൽ എക്സാമിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് അസസ് ആൻഡ് ട്രീറ്റ് മെനി ഡിഫറെന്റ് കണ്ടീഷൻസ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മളിപ്പോ അതാണ് ഞാൻ നിങ്ങളെ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയിപ്പിക്കാമെന്ന് ഓർത്തത്. സാധാരണയായിട്ട് നമ്മള് ഡോക്ടറിന്റെ അടുത്ത് അല്ലെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വയ്യായിക വന്നിട്ടാണ് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനായിട്ട്. ഞാൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സൗണ്ട് ചെറിയ ഓക്കെ ഇനിയും പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഇത്തിരി സൗണ്ടിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാനൊരു ഫാൻ്റെ ഓക്കെ ഇനി നോക്കാം. എന്താണ് സാധാരണയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴോ ഡോക്ടർക്ക് അല്ലെ ടിക്കറ്റ് കിട്ടാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർ ചോദിക്കും ജനറൽ ആയിട്ടുള്ള ഡോക്ടറിനാണോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനാണോ എന്ന് ചോദിക്കും അല്ലെ. അങ്ങനെ തന്നെയല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതെ. അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് ഒരു ജനറൽ ഡോക്ടറിന്റെ വിഭാഗത്തിനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ, ജനറൽ ഡോക്ടറിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണമെങ്കിൽ അത് നമുക്ക് എന്താണെന്നറിയാം. അതായത് നമ്മൾ എന്താണ് സാധാരണയായിട്ട് എവിടെയാണ് അല്ലെ എന്തിനാണ് സ്പെഷ്യൽ എന്നുള്ള കാര്യം ആ രോഗിക്ക് അറിയാത്തത് കൊണ്ടാണ് അല്ലെ. നമുക്കറിയാം എന്താണ് സ്പെഷ്യൽ ന്യൂറോയാണോ കാണേണ്ടത് അല്ലെങ്കിൽ നെഫ്രോയാണോ കാണേണ്ടത് എന്ന് സ്പെഷ്യലൈസേഷൻ ആ പേഷ്യന്റിന് വരുന്നില്ല അല്ലെ.
അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ സമീപിക്കും. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ഇനി എന്താണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഡോക്ടർ, അതായത് ജനറൽ വിഭാഗത്തിലിരിക്കുന്ന ഡോക്ടർ സാധാരണയായിട്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. നമുക്കറിയാം സാധാരണയായിട്ട് ഒരു പേഷ്യന്റിന് ഡയബറ്റീസിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ പ്രഷർ കൂടുന്നത് കൊണ്ടോ, കൊളസ്ട്രോൾ ഹൈ ആവുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെഡേക്ക് അല്ലെ, പെട്ടെന്ന് ഒരു പനി, അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ വരുമ്പോഴൊക്കെയാണ് സാധാരണയായിട്ട് ജനറൽ വിഭാഗത്തിലെ ഡോക്ടറിനെ സമീപിക്കാറ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഇന്റേണൽ മെഡിസിൻ ഓർ ജനറൽ മെഡിസിൻ ഈസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അഡൽട്ട് ഡിസീസസ്. അതായത് ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണയായിട്ട് നമുക്ക് ഏജ് അല്ലെ, ഒരു 14 സാധാരണയായിട്ട് പറയാറുണ്ട്, ഒരു 14 വരെയുള്ള പേഴ്സൺസിന് ഒന്നും ഈ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിൽ അവരെ പരിശോധനയ്ക്ക് എക്സാമിൻ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല അല്ലെ. അവരെ സാധാരണയായിട്ട് പീഡിയാട്രിഷ്യന്റെ വിഭാഗത്തിലേക്കാണ് വിടുക. അതിനുശേഷമുള്ള ഇത്തരത്തിലുള്ള സിംറ്റംസ് നമുക്കറിയാം സ്പെഷ്യൽ ആയിട്ട് പേഷ്യന്റിനെ ഇൻഫോം ചെയ്യാൻ അല്ലെ, മനസ്സിലാക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഒരു ജനറൽ ഫിസിഷ്യന്റെ അടുത്തേക്കാണ് ആദ്യമായിട്ട് ഫസ്റ്റ് നമ്മൾ ട്രീറ്റ്മെന്റിനായിട്ട് സമീപിക്കുന്നത്. അപ്പൊ അത് തന്നെയാ പറയുന്നത്, എന്താണ് ഡയഗ്നോസിസ്, എന്താണ് അസുഖം എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമുക്കറിയാം ഒരു ഫിസിഷ്യനെ കാണുമ്പോൾ അദ്ദേഹം എക്സാമിൻ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സിനെ, നിങ്ങൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ ഒരു പൾമനോളജിസ്റ്റിനെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രോഗത്തിന്റെ ലക്ഷണം വെച്ചിട്ട് നിങ്ങൾക്ക് ന്യൂറോ പ്രോബ്ലം ആണ് അല്ലെ, ഒരു നെർവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ എന്താണ് നെഫ്രോ അല്ലെ, നമുക്ക് ഡൈജഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലം ആണ്. അപ്പൊ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഡയഗ്നോസിസ്, രോഗനിർണയം, പ്രിവെൻഷൻ, ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം അസുഖം വരുന്നതിന് മുൻകരുതലായിട്ട്. ഇനി നമുക്കറിയാം ഒരു ചെറിയ കാലാവസ്ഥ പ്രശ്നമൊക്കെ വരുമ്പോൾ സാധാരണയായിട്ട് പനിയും അല്ലെ, ഹെഡേക്കും ഫീവർ ഇതൊക്കെ വരാറുണ്ട്. അപ്പൊ സാധാരണയായിട്ട് ഡോക്ടറെ സമീപിക്കും. ഡോക്ടർ നമ്മളോട് പറയും ഇന്ന മെഡിസിൻ കഴിഞ്ഞതിന് ശേഷം ഇനി ഇത് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ ഭക്ഷണക്രമത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നൊക്കെ അവര് നിർദ്ദേശിക്കും. ഓക്കെ, അത് തന്നെയാ പറയുന്നത്. പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അഡൽട്ട് ഡിസീസസ്. അതായത് നമ്മുടെ ഏജിന് താഴെയുള്ള വ്യക്തികളെ വിട്ടിട്ട് ബാക്കിയുള്ള പേഴ്സൺസിന് ഒരു സ്പെഷ്യൽ ഡിസീസ് എന്താണെന്ന് കൃത്യമായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഏത് വിഭാഗത്തിനെ കാണണമെന്ന് നിർണയിക്കണമെന്നതിന് മുമ്പ് തന്നെ ജനറൽ വിഭാഗത്തിലെ ഡോക്ടറെയാണ് സാധാരണയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. ജനറൽ പ്രാക്ടീഷണർ ഓർ GP, അതിന്റെ ഷോർട്ട് ഫോം ആണ്. is a physician who is not specialized in one particular area of medicine. ഒരു പെർട്ടിക്കുലർ ഏരിയയെ കുറിച്ചിട്ട് അല്ലെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു വിഭാഗമല്ല. ഒരു ന്യൂറോളജിസ്റ്റോ നെഫ്രോളജിസ്റ്റോ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം എന്താണ് മൊത്തത്തിൽ നമ്മുടെ ബോഡിയിലെ വിവിധ പാർട്ടുകളിലേക്ക് ഒന്നിച്ചുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തീരുമാനിച്ചു തരുന്നത്. ഓക്കെ, വീണ്ടും പറയുന്നത് റൂട്ടീൻ ഹെൽത്ത് കെയർ, എക്സാമ്പിൾ ഫിസിക്കൽ എക്സാമിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് അസസ് ആൻഡ് ട്രീറ്റ് മെനി ഡിഫറെന്റ് കണ്ടീഷൻസ് including illness and injuries. MBBS with the MD general medicine is usually a general physician. അതായത് സാധാരണയായിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു MBBS കാരനാണ് ഡോക്ടർ. ഒപ്പം തന്നെ അദ്ദേഹത്തിന് എന്താണ് MD അല്ലെ. നമുക്ക് അറിയാം ഒരു ഡോക്ടറിന്റെ പൊസിഷനിലേക്ക് വരുമ്പോൾ സാധാരണയായിട്ട് അതിന്റെ മാസ്റ്റർ ഡിഗ്രി കൂടി എടുത്തിട്ടാണ് അവര് ജനറൽ വിഭാഗത്തിന്റെ മെഡിസിൻ ഉള്ള ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടാണ് സാധാരണയായിട്ട് ഫിസിഷ്യൻസ് ആ ഒരു ലേബലിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം എന്താണ് സാധാരണയായിട്ട് എന്താണ് പറയുന്നത്, ഈ ഒരു വ്യക്തിയുടെ ഫിസിക്കലായിട്ടുള്ള അതായത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക അല്ലെ, എക്സാമിൻ ചെയ്യുക. ദെൻ ഇമ്മ്യൂണൈസേഷൻ, രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ നിങ്ങൾ പുറത്ത് അങ്ങനെ നമുക്കറിയാം ക്ലൈമറ്റുമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തരും. അതിനനുസരിച്ചിട്ടുള്ള വ്യത്യസ്ത കണ്ടീഷനുകൾ അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകളും ട്രീറ്റ്മെന്റുകളും അല്ലെങ്കിൽ കണ്ടീഷൻ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചു തരും. ഇൻക്ലൂഡിങ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്, നമുക്കറിയാം ചില മുറിവുകളും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ജനറൽ വിഭാഗത്തിൽ പോയി അല്ലെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും TTയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ജനറൽ വിഭാഗത്തിന്റെ ഫിസിഷ്യനെയാണ് കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാറ്.
ഓക്കെ, ജനറൽ മെഡിസിനെ കുറിച്ചിട്ട് മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ റുട്ടീൻ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചിലപ്പോഴൊക്കെ അല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താ പറയാ ഡയബറ്റീസ് പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രഷർ നോക്കേണ്ട കാര്യങ്ങൾ, കൊളസ്ട്രോൾ ഒക്കെ നോക്കാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ആ ഒരു അല്ലെ നമ്മള് ടൈം ടു ടൈം ആയിട്ട് ചെന്നിട്ട് അല്ലെ സാധാരണയായിട്ട് എത്രത്തോളം ഉണ്ട്, കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, അത് കൺട്രോളബിൾ ആണോ എന്നുള്ളതനുസരിച്ചിട്ട് അല്ലെ ചെക്കപ്പും കാര്യങ്ങളും നടത്തി അതിന്റെ ട്രീറ്റ്മെന്റ് കൈകാര്യം ചെയ്യാറുണ്ട്. നമുക്കറിയാം ഒരു റൊട്ടീൻ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ മരുന്നുകൾ മെഡിസിൻ ഇനി കൂടുതൽ എടുക്കണോ കുറവെടുക്കണോ നമുക്കറിയാം. ഹെൽത്തിന്റെ ആ ഒരു ഇഷ്യൂസ് അത് മാറിയെടുക്കാനായിട്ട് സാധാരണയായിട്ട് ഇത്തരം ഡോക്ടേഴ്സിനെ സമീപിക്കാം. ക്ലിയർ ആയോ ഇപ്പോ? നിങ്ങള് ഒന്ന് ക്ലാസ് റൂമിൽ കയറി കേൾക്കാതായിരിക്കും കേട്ടോ. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത നമ്മളിപ്പോ വീണ്ടും വിവരിച്ചു, സമയം നമുക്ക് കുറച്ച് പോകും. എന്തായാലും ജനറൽ മെഡിസിൻ എന്നുള്ളത് ഓക്കെ കുറച്ച് പേരെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളാണെങ്കിൽ ഓക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. പെട്ടെന്ന് കയറിയവർക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ടൈം അത്രയും പോവുകയാണ്. നിങ്ങൾ ക്ലാസ് റൂമിൽ കയറിയിട്ട് കേൾക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് ചെറിയൊരു നമ്മള് സാധാരണയായിട്ട് നമ്മള് എന്താ പറയുക ഡോക്ടേഴ്സിനെ കാണുന്ന ഒരു ജനറൽ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാകുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ, അപ്പോ നമുക്ക് ജനറൽ വിഭാഗത്തിന്റെ ഡോക്ടറെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ്. ജനറൽ ഒ പി വിഭാഗത്തില് ജനറൽ മെഡിസിൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, ഡോക്ടർ ഫിസിഷ്യൻ എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് എന്താണ് ഗ്യാസ്ട്രോ എൻട്രോളജി. നമ്മള് ജസ്റ്റ് ഇതില് അല്ലെ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു അല്ലെ, ജെറിയാട്രിക്സ് വിഭാഗത്തില് ഗ്യാസ്ട്രോ എൻട്രോളജി ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് അന്നേരം പറഞ്ഞായിരുന്നു. ഇനി അതിന്റെ ഒരു പ്രധാനമായിട്ടും അത് വിവരിക്കുന്നുണ്ട് അദ്ദേഹം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗ്യാസ്ട്രോ എൻട്രോളജി ഏത് വിഭാഗമാണ്, എന്തിനുമായി ബന്ധപ്പെട്ടാണ് ഗ്യാസ്ട്രോ എൻട്രോളജി വരിക? സ്റ്റൊമക്. ഓക്കെ, നമുക്കറിയാം ഡൈജഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗ്യാസ്ട്രോ എൻട്രോളജി ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ഫിസിഷ്യനെ കുറിച്ചിട്ടാണ്. ജനറൽ വിഭാഗത്തിലെ ഡോക്ടറാണ്, ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലെ ഒരു വിഭാഗത്തിനെയാണ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻ. നമുക്കറിയാം അല്ലെ നമ്മുടെ സ്tomachുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്താ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന വിഭാഗം. The diagnosis and treatment of conditions that affect the stomach, small intestine, large intestine, then colon, liver, pancreas, gallbladder, colon and rectum. Okay, അപ്പൊ അതിൽ സാധാരണയായിട്ട് നമുക്കറിയാം ഒരു വയറുമായി ബന്ധപ്പെട്ട അല്ലെ നമ്മുടെ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട പല പല പ്രശ്നങ്ങൾ അല്ലെ നമ്മൾ സാധാരണയായിട്ട് ഗ്യാസ് ട്രബിളിന് അല്ലെങ്കിൽ അവിടെ പെയിൻ വരുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ഗാൾ ബ്ലാഡർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം പിക്ചർസ് ഒക്കെ കൂടിയിട്ട് അതെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലിവർ, പാൻക്രിയാസ് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇതുകളുണ്ട്. നമുക്കറിയാം എന്താണ് സ്റ്റൊമക്കില് സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും അല്ലെ വൻകുടലും ചെറുകുടലും എല്ലാം ഉണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നടന്നാൽ മാത്രമാണ് ഡൈജഷൻ ഫങ്ഷൻ നല്ല ക്ലിയറായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഏത് വിഭാഗത്തിലെ ഡോക്ടറെയാണ് കാണേണ്ടത്? ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ. ഞാൻ ഇവിടെ എന്താണ് ഇതില് പ്രധാനമായിട്ടുമുള്ള വേർഡുകൾ അല്ലെ സാധാരണ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്നൊക്കെ. എന്താണ് അനാഫിസ്? അനാഫിഗസ് എന്ന് പറയുന്നത് അന്നനാളമാണ്. അറിയാം അല്ലെ, ഇങ്ങനെ നോട്ട് ചെയ്യണമെങ്കിൽ എഴുതി വെക്കുക. അനഫഗസ് എന്ന് പറയുന്നത് അന്നനാളമാണ്. ദെൻ എന്താണ് ചെറുകുടല്, വൻകുടല്. ഞാൻ പറഞ്ഞിരുന്നു, നോട്ട് ചെയ്ത് വെക്കുക. അന്നനാളം എന്നാണ്.
ദെൻ എന്താണ് സ്മോൾ ഇൻഡസ്ട്രീനും ലാർജ് ഇൻഡസ്ട്രീനും അല്ലെ, ലാർജ് ഇൻഡസ്ട്രീനും മറ്റൊരു പേരാണ് കോളൻ എന്ന് പറയുന്നത്. അത് കുടൽ അല്ലെ, കുടലുമായി ബന്ധപ്പെട്ട നമുക്കറിയാം, അതിലൂടെയാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലെ, ഡൈജഷനൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് പോയില്ലെങ്കിൽ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ മാറ്റേഴ്സും ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെയാണ് നമുക്ക് സമീപിക്കേണ്ടത്? ഗാസ്ട്രോ എൻട്രോളജി. അപ്പൊ എന്താണ് നമുക്ക് ഇപ്പൊ ലിവർ, പാൻക്രിയാസ്, എന്താ പറയുന്നത്, ഗാൾ ബ്ലാഡർ എന്ന് പറയുമ്പോൾ പിത്തരസ് അത് അടിഞ്ഞുകൂടി കഴിഞ്ഞ് കഴിയുമ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടെല്ലാം കൃത്യമായിട്ട് ഡോക്ടറിനെ റെഫർ ചെയ്ത് നമുക്ക് ഇപ്പൊ ഒരു ഫിസിഷ്യനെയും നമ്മൾ നേരത്തെ പറഞ്ഞ മധുര ജനറൽ വിഭാഗത്തിൽ ഒരു ഫിസിഷ്യനെ ആയിരിക്കും ഫസ്റ്റ്ലി നമ്മൾ എന്താണ് വിസിറ്റ് ചെയ്യുക. അപ്പൊ അദ്ദേഹമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിൽ ഒരുപക്ഷെ ചെറിയൊരു മെഡിസിൻ കൊണ്ടൊക്കെ ഈ ഒരു ട്രീറ്റ്മെന്റ് അല്ലെ, ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ട് ഒരു 2-3 ദിവസത്തെ മെഡിസിൻ എടുത്ത് മാറുകയാണെങ്കിൽ ഓക്കെ, അത് നാച്ചുറലി വന്ന എന്തെങ്കിലും സിംറ്റംസ്, എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ യാത്ര ചെയ്തതിന്റെയോ. എന്ന് പറയുന്നത് കുടൽ എന്നുള്ള ഒരു ഇതാണ്. ലാർജ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ വൻകുടല്, അതിന്റെ ഒരു മീനിങ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. സ്മോൾ ഇൻഡസ്ട്രീനും ഉണ്ട്, ലാർജ് ഇൻഡസ്ട്രീനും ഉണ്ട്. അതിലെ കുടൽ എന്നുള്ളതിന്റെ ഒരു മീനിങ് ആണ് കോളൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞു വരാം എന്താണ് സാധാരണയായിട്ട് ഇത്തരത്തില് അല്ലെ, എന്തെങ്കിലും സ്tomachുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വൻകുടല്, ചെറുകുടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് ഡോക്ടറെ സമീപിക്കേണ്ടത് ഗാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലെ ഡോക്ടറെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതേമാതിരി എന്താണ് റെക്ടം അല്ലെ, സാധാരണയായിട്ട് ഈ കുടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇതുകള് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടത് ഗാസ്ട്രോ എൻട്രോമോളജിസ്റ്റിനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വീണ്ടും പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ഇൻവോൾവ്സ് എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ എന്താണ് സാധാരണയായിട്ട്? ഓക്കെ, ക്ലിയർ, എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് തന്നെ പറയും. നമുക്കറിയാം ഒരു ചെറിയ ഇതില് ട്യൂബില് ഒരു ചെറിയ ഫോട്ടോ പിക്ചർ കൂടി അല്ലെ, നമുക്കത് ഫോട്ടോ കൂടി കിട്ടിത്തക്ക വിധത്തിൽ അതിന്റെ നമുക്കറിയാം ആഴത്തിലുള്ള ഒരു സ്റ്റൊമക്കിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ കുടലിന്റെ ഉള്ളിലേക്ക് തന്നെ അത് കയറിയിട്ട് അവിടുത്തെ വ്യക്തമായിട്ടൊരു പിക്ചർ അത് ഡോക്ടറിന്റെ മുമ്പിൽ വിസിബിൾ ആക്കുന്ന ഒരു ഇതാണ് അല്ലെ, ഒരു സിസ്റ്റമാണ്, ഒരു പ്രോസസ്സാണ് എൻഡോസ്കോപ്പി വഴി നമുക്ക് ലഭ്യമാക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഇൻവോൾവ്സ് എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമാണ് എൻഡോസ്കോപ്പി. എന്തെങ്കിലും അല്ലെ വൻകുടലിലോ ചെറുകുടലിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഡോക്ടേഴ്സിന് അത് അല്ലെ ഒരു ഓപ്പൺ സർജറി ഒന്നും ചെയ്ത് നോക്കാതെ തന്നെ ഈ ഒരു എൻഡോസ്കോപ്പിയുടെ ആ പ്രൊസീജിയർ കൊണ്ട് തന്നെ ഡോക്ടറിന് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. എന്താണോ അവിടെ സംഭവിച്ചിരിക്കുന്നത്, എന്തെങ്കിലും കുരുക്കളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്രണങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടറിന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതനുസരിച്ചിട്ടുള്ള എന്താണ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും. ഓക്കെ, ദെൻ വീണ്ടും പറയുന്നത് സ്പെഷ്യൽ നഴ്സ് ആർ ഓഫൺ പോസ്റ്റഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു സാധാരണയായിട്ട് ഒരു വിഭാഗം, അതായത് ഈ ഒരു സെപ്പറേറ്റ് അല്ലെ ഈ ഒരു വിഭാഗത്തിന് ഒരു സ്പെഷ്യൽ കോഴ്സ് പഠിച്ചിരിക്കുന്ന വ്യക്തികൾക്കായിരിക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് എന്താണ് നമ്മൾ സ്പെഷ്യൽ കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന സ്പെഷ്യൽ നഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അതിനു വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ടീച്ചിങ്ങും കാര്യങ്ങളും പഠിച്ചിരിക്കുന്നവരായിരിക്കും അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത്തരം എന്താണ് അത്തരം എൻഡോസ്കോപ്പി പോലെയുള്ള കാര്യങ്ങൾ അതും നമുക്കറിയാം. ചിലപ്പോഴൊക്കെ സ്പെഷ്യൽ നഴ്സ് ആർ ഓഫൺ പോസ്റ്റഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നു ആൻഡ് ദേ ആർ കേപ്പബിൾ പെർഫോമിങ് എ വൈഡ് റേഞ്ച് ഓഫ് ബൗൾ ഇൻവെസ്റ്റിഗേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിരിക്കും ഈ ബൗൾ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്നത്. നമുക്കറിയാം ഈ സ്റ്റൂള് അല്ലെ, നമുക്ക് അതിന്റെ പരിശോധനയൊക്കെ നടത്തിയിട്ട് അത് എന്തെങ്കിലും ഡൈജഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന വിഭാഗം. അതും ഇതേ ഈ ഗാസ്ട്രോഎൻട്രോളജിയോട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സ്പെഷ്യൽ നഴ്സിന് ഒരു ചെറിയൊരു ഇതുണ്ട്. അതായത് CNC ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്നാണ് അതിലൊരു ചെറിയൊരു വിഭാഗം നമ്മള് സ്പെഷ്യൽ നഴ്സിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ
വരുന്നത് ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ്. CNS അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. ചിലപ്പോഴെങ്കിലും ചെറിയൊരു സ്പെഷ്യൽ നഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കോളർ അല്ലെ CNS എന്നുള്ളത് വരികയാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് നോക്കിയേരെ. അതും ഒരു രജിസ്റ്റേർഡ് നഴ്സ് വിത്ത് മാസ്റ്റർ ഓർ ഡോക്ടർ ഡിഗ്രി ഓഫ് നഴ്സിംഗ് ആണ്. അത് പ്രത്യേകമായിട്ടുള്ള ഏരിയ ബേസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞു അവരായിരിക്കും അല്ലെ എക്സാമിൻ ചെയ്തിട്ട് അതിന്റെ എന്താണ് ഡൈജഷൻ പ്രോബ്ലമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണ് ഉണ്ടോ എന്ന് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് റെഫർ ചെയ്യുന്നു. അപ്പൊ ഡോക്ടേഴ്സിനോടൊപ്പം തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്നിട്ടായിരിക്കും ഇത്തരത്തിലുള്ള അല്ലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. CNSന്റെ ഫുൾ ഫോം ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ്. ബവൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാം എന്തെങ്കിലും അല്ലെ ഡൈജഷൻ മാറ്റേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ദഹന പ്രക്രിയകളിൽ എന്തെങ്കിലും വ്യത്യസ്തങ്ങൾ ഉണ്ട് അല്ലെ അതിന്റെ ഫങ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവര് സാധാരണയായിട്ട് സ്റ്റൂളും സംഭവങ്ങളൊക്കെ സാമ്പിൾ എടുത്തിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടായിരിക്കും അല്ലെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു ബവൽ മീൻസ് എന്താണ് നമ്മുടെ കുടൽ സംബന്ധമായ പരിശോധനകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റേഞ്ച് ഓഫ് ബവൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുടല അതല്ലേ ഇൻഡസ്ട്രി, സ്മോൾ ഇൻഡസ്ട്രി, ലാർജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വൻകുടലും ചെറുകുടലാണ്. അതുമാതിരി തന്നെ ബവൽ ഇൻവെസ്റ്റിഗേഷൻ എന്നും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, കുടൽ സംബന്ധമായ പരിശോധനകൾ. ഫോർ എക്സാമ്പിൾ ആണ് നമ്മൾ സ്റ്റൂൾ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം എന്താണ് ഗാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ്. നമുക്കറിയാം ദഹനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട അല്ലെ ദഹനത്തിന്റെ എന്തെങ്കിലും വിഷയങ്ങൾ അല്ലെങ്കിൽ കുടല് സംബന്ധമായ വിഷയങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റേഴ്സുകൾ അത് നമുക്കറിയാം. ചിലപ്പോൾ ഒരു ചെറിയ ഒരു ഫിസിഷ്യനെ കണ്ട് ഗ്യാസ്ട്രബിൾ സംഭവങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും യാത്രയുടെയോ അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിന്റെയോ ഒക്കെ ആയിരിക്കും. നാച്ചുറൽ ഒരു ഫിസിഷ്യന്റെ ട്രീറ്റ്മെന്റോട് കൂടി തന്നെ മാറാവുന്നതായിരിക്കും. ഒരുപക്ഷെ അത് ഇത്തിരി കൂടി അല്ലെ ഇത്തിരി കൂടി വ്യത്യസ്തമാണ് എങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിനെ തന്നെ കാണിക്കണമെന്ന് പറയും. അത് തീർച്ചയായിട്ടും ആ ഒരു വിഭാഗത്തിനെ കാണിക്കുമ്പോൾ അത് ലിവർ പാൻക്രിയാസിന്റെ എന്തെങ്കിലും ആണോ, എന്താണ് ഗാൾ ബ്ലാഡറിന്റെ നമുക്ക് പിത്തരസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ കുടലുമായി അല്ലെ കോളൻ എന്ന് പറയുമ്പോൾ അത് കുടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റർ ആണോ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടോ എന്താണ് എൻഡോസ്കോപ്പി അല്ലെ കൃത്യമായിട്ട് ഒരു പിക്ചറൈസേഷൻ തന്നെ ഡോക്ടറിന്റെ മുമ്പിൽ ആ ഒരു എൻഡോസ്കോപ്പി നടത്തുമ്പോൾ കിട്ടും എന്താണ് മാറ്റർ എന്ന് ഡോക്ടറിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ കണ്ടോ സ്പെഷ്യൽ നഴ്സ് അല്ലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വിഭാഗം ഒരു മാസ്റ്റർ ഡിഗ്രി ഒക്കെ എടുത്ത ഒരു പേഴ്സൺ ആയിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. അവര് കൃത്യമായിട്ട് തന്നെ പലതരത്തിലുള്ള ടെസ്റ്റിങ്ങൾ അല്ലെ ബൗൾ ഇൻവെസ്റ്റിഗേഷൻ സംഭവങ്ങളൊക്കെ നടത്തിയിട്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ സ്റ്റൂളോ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എന്ത് മാറ്റർ കൊണ്ടാണ് യെസ് വന്നിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ട് ആ ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഗ്യാസ്ട്രോ എൻട്രോളജിന്റെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീണ്ടും പറയുന്നത് ഒന്നുകൂടി കൂട്ടാം. ഇനി നമുക്ക് നോക്കാം. അടുത്തത് ഹെപ്പറ്റോളജി ഈസ് എ സൂപ്പർ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ് സഫറിംഗ് ഫ്രം ഡിസോർഡർ ഓഫ് ദ ലിവർ. അതായത് ഹെപ്പറ്റോളജി വിഭാഗം എന്ന് പറയുമ്പോൾ ഒരു പുതിയ വിഭാഗമാണ് അല്ലെ ഹെപ്പറ്റോളജി. ഓക്കെ,
മഞ്ഞപ്പിത്തമൊക്കെ. മഞ്ഞപ്പിത്തമൊക്കെ ഏത് തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖമാണ്? മഞ്ഞപ്പിത്തം ഒരു ഡിസീസസ് ആണ് അല്ലെ? അത് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ട്? വൈറസ് എന്നല്ല, ഏത് ലിവറുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ലിവറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അസുഖമാണ് അല്ലെ നമ്മളുടെ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്, കരളുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിന് ആ ഒരു ലിവറുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനും കാര്യങ്ങളും അല്ലെ അത് കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ടോ എന്നുള്ളത് അത് കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റും കാര്യങ്ങൾ നടത്തുന്ന വിഭാഗമാണ് എന്ത്? ഹെപ്പറ്റോളജി വിഭാഗം. ഓക്കെ, ക്ലിയർ ആണോ? ഹെപ്പറ്റോളജി വിഭാഗം എന്ന് പറയുന്നത് ലിവറുമായി ബന്ധപ്പെട്ട് is a super specialty that deals with the diagnosis and management of a patient suffering from a disorder of a liver. അല്ലെ, ലിവറിന്റെ ഫംഗ്ഷൻ അത് കൃത്യമായിട്ട് നടക്കാതെ വരുമ്പോൾ, ഡിസോർഡർ ആവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സഫർ അല്ലെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ മഞ്ഞപ്പിത്തം. അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഹെപ്പറ്റോളജി വിഭാഗത്തിനെയാണ് സമീപിക്കേണ്ടത്. അപ്പൊ ഇത് കണക്ട് ചെയ്ത് അല്ലെ നമുക്കറിയാം സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉള്ളിലല്ല ഇന്നറാണ് അല്ലെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹെപ്പറ്റോളജി എന്നുള്ള വിഭാഗം. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഗ്യാസ്ട്രോഎൻട്രോളജി ആ വിഭാഗത്തിന്റെ ചെറിയ ഒരു പാരഗ്രാഫാണ്. എല്ലാനും നമുക്ക് കുറച്ച് അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, ഇനി നമുക്കറിയാവുന്നത് എന്താണ്? ഗൈനക്കോളജി വിഭാഗത്തിനെ നമുക്കറിയാം എന്താണെന്നുള്ള വിഭാഗം അല്ലെ. അത് നമുക്കറിയാം സാധാരണയായിട്ട് പ്രസവവുമായി ബന്ധപ്പെട്ട് അല്ലെ കുട്ടികളുടെ നമുക്ക് ഡെലിവറി മാത്രമല്ല നമുക്കറിയാം ആ കുട്ടികളുടെ പീരിയഡ് ടൈം ആ സമയങ്ങളിലെല്ലാം കൃത്യമായിട്ട് എന്തെങ്കിലും മാറ്റേഴ്സ് അല്ലെ റീപ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരുന്നില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റിന് നമ്മൾ സമീപിക്കുന്നത് ഗൈനക്കോളജി വിഭാഗത്തിനെയാണ്. അപ്പൊ നോക്കാം എന്താന്നുള്ളത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽ വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രോബ്ലംസ് ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് നമ്മളെ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ നമ്മുടെ വീണ്ടും അല്ലെ പ്രത്യുൽപാദന ശേഷിയുമായി ബന്ധപ്പെട്ട മാറ്റേഴ്സ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് അല്ലെങ്കിൽ പരിശോധിക്കാനും എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അല്ലെ പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യാനുമുള്ള ഒരു വിഭാഗമാണ് ഗൈനക്കോളജി വിഭാഗം. Then a woman's life is marked by unique change that occur with the time. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഒരു വുമന്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്ത ടൈമുകളിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടന്നു വരും അല്ലെ. പ്രത്യുൽപാദന ശേഷിക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു ടൈം അല്ലെ കുട്ടികളായിരിക്കുന്ന ഒരു ടൈം തുടങ്ങിയ റീപ്രൊഡക്ഷന്റെ ഒരു സിംറ്റംസ് കണ്ടു തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഗൈനക്കോളജി വിഭാഗത്തിനെയാണ് സമീപിക്കേണ്ടത്. From attaining menarche, conception, pregnancy, childbirth and menopause. അതായത് നമുക്കറിയാം അല്ലെ മെനാർക്കി എന്ന് പറയുന്നത് ആർത്തവ പീരീഡ്, അതിന്റെ കൺസെപ്ഷൻ അല്ലെ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു കൺസെപ്ഷൻ പീരീഡ്, ദെൻ പ്രഗ്നൻസി നമുക്കറിയാം ബർത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു കുട്ടി ജനിച്ച് വരുന്ന ആ ഒരു 9 മന്തിലുള്ള പ്രഗ്നൻസി ടൈം, ചൈൽഡ് ബർത്ത് അതേമാതിരി തന്നെ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു അല്ലെ ഡെലിവറിക്ക് ശേഷം ഒരു പോസ്റ്റ്പോൺ സമയമുണ്ട്. ആ ഒരു ടൈമിലും എന്താണ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. ചൈൽഡ് ബർത്ത് ആൻഡ് മെനോപ്പസ് വീണ്ടും ആർത്തവ വിരാമം അല്ലെ നമ്മൾ അതിന്റെ ആ ഒരു കാലാവധി കഴിയുമ്പോൾ നിലയ്ക്കുന്ന ആ ഒരു അവസ്ഥയുമുണ്ട്. ആ ടൈമുകളിലെല്ലാം എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷെ നമ്മൾ കണ്ടായിരുന്നു ഹോർമോൺ ചേഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു ഹോർമോൺ ഡിപ്പാർട്ട്മെന്റിനെ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ ഗൈനക്കോളജിയാണ് റെഫർ ചെയ്യുന്നത് അല്ലെ നമ്മൾ ഹോർമോൺ ചേഞ്ചിങ്ങിന്റെ എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കാണാനായിട്ട് സമീപിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ സാധാരണയായിട്ട് ഈ ഒരു ടൈമില് വുമന്റെ ആ ഒരു ടൈം അല്ലെ ഓരോ ഏജിന്റെ സമയം അനുസരിച്ചിട്ട് മെനാർക്കി ടൈം, കൺസെപ്ഷൻ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, മെനോപ്പസ് ആ ടൈമുകളിലെല്ലാം തന്നെ ഏത് വിഭാഗത്തിലെ ഡോക്ടറിന്റെയാണ് സേവനം ആവശ്യമായിട്ട് വരുന്നത്? ഏത് ഡോക്ടറിന്റെ സേവനമാണ് ആവശ്യമായിട്ട് വരുന്നത്?
ഗൈനക്കോളജി വിഭാഗത്തിന്റെ സേവനമാണ് ആവശ്യമായിട്ട് വരുന്നത്. Then next എന്താ പറയുന്നത്, these change do bring about problems directly or indirectly. Okay, indirectly connected with the reproductive system and so requires a separate branch of medicine that focus on these areas. നമുക്കറിയാം റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ആണ് അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ ഒരു അതിനെ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കണമെന്നില്ല അല്ലെ, ഇന്നർ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. പ്രോബ്ലം അല്ല, ഇൻ കേസ് പ്രോബ്ലം ആവണമെന്നില്ല. ഓക്കെ, ഇത് പ്രോബ്ലം എന്ന് പറയുന്നില്ല, അത് കൃത്യമായിട്ടുള്ള ടൈമില് വരുന്നില്ല എങ്കിൽ, കൃത്യമായിട്ടുള്ള ടൈമില് കൃത്യമായിട്ടുള്ള ഇതല്ലേ നമ്മുടെ ഹോർമോൺസുകൾക്ക് ചേഞ്ചുകൾ വരുന്നില്ല എങ്കിൽ അത് ഒരു ഇഷ്യൂ തന്നെയാണ്. ആ ഒരു പ്രോബ്ലം നമ്മൾ എന്താണ് സാധാരണയായിട്ട് ഗൈനക്കോളജിനെയാണ് റെഫർ ചെയ്യാനായിട്ട്, ആ ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാനായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണ് സമീപിക്കേണ്ടി വരുന്നത്, ഗൈനക്കോളജി വിഭാഗത്തിനെയാണ്. വീണ്ടും പറയുന്നത് ദീസ് ത്രീ സ്പെഷ്യാലിറ്റീസ് ആണ് ഗൈനക്കോളജി, ഒബ്സ്റ്റെറിക്സ്, ഇൻഫെർട്ടിലിറ്റി. അബ്നോർമാലിറ്റീസ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞതിൽ വിട്ടുപോയത്. നമുക്ക് റെഫർ ചെയ്ത് പോവാം. എന്താണ് ഫ്രം ദ അറ്റൈനിയം, ഇത് നമ്മൾ കണ്ടതാണ്. അതെ, ഓക്കെ, വിട്ടൊന്നും പോയിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ, ചിന്തിപ്പിച്ചതാണ്. ഓക്കെ, നമ്മള് ഓക്കെ കണ്ടിന്യൂ ചെയ്യാൻ മനസ്സിലായി. നമ്മളുടെ ഈ ഒരു മാറ്റേഴ്സ്, ഓക്കെ, ഈ ഒരു മാറ്റേഴ്സ് അത് നാച്ചുറലി വന്ന ക്വസ്റ്റ്യൻസ് മെസ്സേജ് വന്നതാണ്. ഓക്കെ, അതൊക്കെ അത്തരത്തിൽ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ സാധാരണയായിട്ട് ഗൈനക്കോളജി വിഭാഗത്തിനെയാണ് സമീപിക്കുന്നത്. നമുക്കറിയാം ഒരു കുട്ടിയുടെ ഏജ് അല്ലെ, അതിന്റെ ആ ഒരു വുമൺ ആവുന്ന ആ ഒരു ടൈം തുടങ്ങി എൻഡ് അല്ലെ നമ്മൾ കണ്ടായിരുന്നു, റീപ്രൊഡക്ഷനും അതിനുശേഷം അല്ലെ സംഭവങ്ങൾ കണ്ടായിരുന്നു. ഇൻ കേസ് മെനോപ്പസ് ടൈം വരെ, അത് ആർത്തവ വിരാമം വരെ എന്താണ് പലതരത്തിലുള്ള ഇഷ്യൂസുകൾ, അത് മാറ്റേഴ്സുമായി അത്തരത്തിലുള്ള മാറ്റേഴ്സുകളടക്കം ഗൈനക്കോളജി വിഭാഗത്തിനെയാണ് സമീപിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ദീസ് ത്രീ സ്പെഷ്യാലിറ്റീസ് അല്ലെ, സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നമുക്കറിയാം ഗൈനക്കോളജി വിഭാഗമുണ്ട്, ദെൻ ഒബ്സ്റ്റെറിക്സ്, ദെൻ ഇൻഫെർട്ടിലിറ്റി. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗൈനക്കോളജി വിഭാഗത്തില് നമ്മൾ കണ്ടു അല്ലെ, ആ ഒരു ടൈം ഷെഡ്യൂള് കണ്ടായിരുന്നു. ആ വിഭാഗത്തിലുള്ള സംഭവങ്ങളിലെല്ലാം, ആ വിഭാഗത്തിലുള്ള ഹോർമോൺ ചേഞ്ചിങ്ങും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് നമ്മൾ റെഫർ ചെയ്യേണ്ട വിഭാഗമാണ് ഗൈനക്കോളജി. പിന്നെ ഗൈനക്കോളജി വിഭാഗം നമുക്ക് ചിലപ്പോൾ അറിയാം അല്ലെ, ഹോർമോണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ ആ ഒരു വിഭാഗത്തിലേക്ക് റെഫർ ചെയ്യും. ഞാൻ വീണ്ടും പറയുന്നത് ഒബ്സ്റ്റെറിക്സ്. ഒബ്സ്റ്റെറിക്സ് എന്ന് പറയുമ്പോൾ ഏത് വിഭാഗമാണ്? അത് പ്രസവ ചികിത്സയാണ്. പ്രസവ ചികിത്സയാണ്. നമുക്കറിയാം പ്രസവത്തോടനുബന്ധിച്ച് കുറച്ച് കാര്യമുണ്ട് അല്ലെ, അത് ആ ഒരു ടൈം കുട്ടി ഗർഭധാരണം സംഭവിച്ചതിന് ശേഷം അതിന്റെ ബർത്തും അതിനുശേഷമുള്ള ഒരു ടൈമിംഗ് ഉണ്ട്. ആ ഒരു ടൈമിങ്ങിലുള്ള ചികിത്സകളാണ് ഒബ്സ്റ്റെറിക്സ് വിഭാഗം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മെനോപോസ് എന്ന് പറയുന്നത് ആർത്തവ വിരാമം, അതായത് ഒരു ടൈം കഴിയുമ്പോൾ നമുക്കറിയാം സ്ത്രീകൾക്ക് അത് നിലച്ചു പോകും അല്ലെ, ആ ഒരു ടൈമാണ് അതിൽ പറയുന്നത്. ദെൻ എന്താണ് ഒബ്സ്റ്റെറിക്സ് അല്ലെ, പണ്ടത്തെ രീതി അനുസരിച്ചിട്ട് ഇപ്പോ ഭയങ്കര ഇതിലും കൂടി സ്പെഷ്യൽ കെയർ ആണ് അല്ലെ ഒബ്സ്റ്റെറിക്സ് വിഭാഗത്തിൽ. കാരണം നമുക്കറിയാം നാച്ചുറലി ഒരു കുട്ടി ജനിച്ചതിന് ശേഷം അതങ്ങട് എന്താ വലിയ പ്രശ്നമൊന്നുമില്ലാതെ നാച്ചുറലി അല്ലെ സാധാരണ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് അങ്ങനെ പഴയ കാലഘട്ടങ്ങൾ കടന്നുകൂടി. പക്ഷെ ഇപ്പൊ നമുക്കറിയാം കുട്ടിക്കും എന്താണ് ഡെലിവറി കഴിഞ്ഞ വുമണിനൊക്കെ സ്പെഷ്യൽ കെയറോട് കൂടിയിട്ട് അവര് ചിലപ്പോ ആണെങ്കിൽ ആ ഡെലിവറി കഴിയുമ്പോൾ വേറൊരു ലേഡി ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. കാരണം അത്രയ്ക്കും കെയറും പരിചരണമൊക്കെ കൊടുത്ത് വളരെ അല്ലെ ഇപ്പൊ ഒരുപാട് എന്താ പറയുക അതുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി മാത്രമായിട്ടുള്ള വിഭാഗങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ പോയി അതൊരു കുട്ടി 3 months ആവുന്നവരെയും ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരുന്ന ഒരു ഇതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ചികിത്സ അതൊക്കെ സാധാരണയായിട്ട് ഒബ്സ്റ്റെറിക്സ് വിഭാഗത്തിലാണ് വരുന്നത്. ദെൻ ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യത അല്ലെ, നമുക്ക് അറിയാം അല്ലെ, ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഒരു റീപ്രൊഡക്ഷന്റെ ആ ഒരു വന്യതവൽക്കരിക്കേണ്ട ഒരു ടൈം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം ഗൈനക്കോളജിയുടെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്.
അപ്പൊ ഗൈനക്കോളജിയില് 2-3 വിഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നത്. ഗൈനക്കോളജി വിഭാഗം നമ്മൾ കണ്ടു, ആ ഒരു ടൈം പീരീഡ് അല്ലെ, മെനാർക്കി, കൺസെപ്ഷൻ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, മെനോപോസ്, ആ ഒരു വിഭാഗത്തിനെ നമ്മൾ ഗൈനക്കോളജി വിഭാഗത്തിലാണ് റെഫർ ചെയ്യുന്നത്. ഒബ്സ്ട്രിക്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണ്. അതായത് പ്രസവാനന്തരമായിട്ടുള്ള ചികിത്സകളെല്ലാം തന്നെ. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് വന്ധ്യതാവൽക്കരണം, അതാണ് അതിലെ ഇൻഫെർട്ടിലിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ പറയുന്നുണ്ട്, ഗൈനക്കോളജി കൺസിസ്റ്റ് ഓഫ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ തെറാപ്പീസ് ഫോർ ദ കംപ്ലീറ്റ് spectrum of disorders that involves the female reproductive system. അതായത് എന്തെങ്കിലും അല്ലെ അതിന്റെ ഒരു ഛായാചിത്രം അല്ലെ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടായെങ്കിൽ, എന്തെങ്കിലും തെറാപ്പി ഡിസോർഡർ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില്, അതായത് എന്തായാലും കുട്ടികളെ ബർത്ത് ചെയ്യാതെ ചിലർ ഇപ്പൊ നമുക്കറിയാം കൂടുതലായിട്ട് വരികയാണ് അല്ലെ, കുട്ടികൾ ഉണ്ടാവാത്തൊരവസ്ഥയ്ക്ക് കൂടുതലായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലായിട്ട് നമുക്കറിയാം ഒരുപാട് പൈസയൊക്കെ മുടക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ കുട്ടികളുടെ ബർത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഛായാചിത്രമൊക്കെ എടുക്കാനൊക്കെ ആയിട്ടുള്ള അത് ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റിന്റെ വിഭാഗത്തിലാണ് വരുന്നത്. ഫോർ ദ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് ദാറ്റ് ഇൻവോൾവ്സ് ദ ഫീമെയിൽ പ്രൊഡക്റ്റീവ് സിസ്റ്റം. അത് അവരുടെ ഫീമെയിലിന്റെ റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് ചികിത്സിക്കുന്നത് ഗൈനക്കോളജി വിഭാഗത്തിലാണ്. ഓക്കെ, അപ്പൊ ഗൈനക്കോളജി എന്നുള്ള വിഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഞാനിന്റെ തന്നെ ഒരു ഒബ്സ്ട്രിക്സ് ഇവിടെ വീണ്ടും ഒരു ചെറിയൊരു ഇതായിട്ട് വീണ്ടും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അതിന്റെ മെനാർക്കി എന്ന് പറയുന്നത് ആർത്തവ ടൈമാണ്, നമ്മുടെ പീരിയഡ് ടൈം. കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ആകുമ്പോൾ നോർമലി ആ ടൈം ആകുമ്പോൾ ഹോർമോൺ ഉത്പാദിപ്പിച്ച് അല്ലെ പീരിയഡ് വരേണ്ട ഒരു ടൈം ഉണ്ട്, അതാണ് മെനാർക്കിയിൽ മീൻ ചെയ്യുന്നത്. ഗർഭധാരണം എന്നുള്ളതാണ് കൺസെപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. തന്നെ അതില് ഒബ്സ്റ്ററിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നമുക്ക് അറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇച്ചിരി കൂടി ബുദ്ധിമുട്ടേറിയ അല്ലെ, എല്ലാവർക്കും തന്നെ നാച്ചുറലി ചൈൽഡ് ബർത്ത് ആവാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ ചില ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ആവശ്യത വരും അല്ലെ. ചിലപ്പോഴൊക്കെ നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പക്ഷേ നാച്ചുറലി അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. എല്ലാവരും വിചാരിക്കുന്ന മാതിരി പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് എന്തുകൊണ്ട് ഇപ്പോഴത്തെ ടൈമിൽ ഇങ്ങനെ അതാവുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഭക്ഷണക്രമത്തിലൊക്കെ ആയിട്ടായിരിക്കാം. എനിവേ എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്രീറ്റ്മെന്റുകളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ കാലഘട്ടത്തില്. അപ്പൊ അതിൽ അതുകൊണ്ട് തന്നെ ഈ ഒബ്സ്ട്രിക്സ് വിഭാഗത്തിന് ഇച്ചിരി കൂടി പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ്. Obstetrics is the surgical specialty dealing with the care of a mother and child before, during and after childbirth. നമുക്കറിയാം ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് മദർ അല്ലെ, വുമൺ കുട്ടിയാവാൻ വേണ്ടിയിട്ടുള്ള മദർ, then ചൈൽഡ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ബർത്ത്. നമുക്കറിയാം അതിന്റെ ചികിത്സ എന്ന് പറയുമ്പോൾ പ്രഗ്നന്റ് ആയിരിക്കും, ചിലപ്പോൾ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ എല്ലാ ട്രീറ്റ്മെന്റുകൾ ആവശ്യമുണ്ട് അല്ലെ ഈ കാലഘട്ടത്തിൽ. അപ്പൊ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. തന്നെ കുട്ടിയായിരിക്കുമ്പോഴും ആ ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും ചിലപ്പോഴൊക്കെ. വീണ്ടും എന്താണ് ആഫ്റ്റർ അല്ലെ ചൈൽഡ് ബർത്തിന് ശേഷം എന്താണ് അല്ലെ ആ ഒരു വുമണിന്റെയും കുട്ടിയുടെയും പരിചരണം അതൊക്കെ എന്താണ് ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ഒബ്സ്ട്രിക്സ് വിഭാഗത്തിലാണ് വരുന്നത്. Assisted reproductive is the special branch of medicine that deal with the
infertility issue in both men and women and involve diagnosis of infertility therapeutic technique to improve fertility and embryology services such as in vitro fertilization. അതായത് നമുക്കറിയാം ഇപ്പൊ അല്ലെ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഇഷ്യൂസ് കൊണ്ട് എന്താണ് ചിലപ്പോ ഒരു പക്ഷെ വുമൺ ആണെങ്കിലും മെന്നിനാണെങ്കിലും എന്താണ് നമ്മൾ സാധാരണ അല്ലെ വനിത ഉള്ള ഒരു കാലഘട്ടമാണ് ചിലപ്പോ കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ എന്താണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് അവർക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, PCOD ഒക്കെ നമുക്കറിയാം ചിലർക്ക് അല്ലെ ഇടയ്ക്കൊക്കെ ഒരുപാട് ബ്ലീഡിങ്ങും കാര്യങ്ങളും ചിലപ്പോൾ എന്താണ് ടൈം ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു കറക്റ്റ് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടങ്ങളൊക്കെ ഒരു നമുക്കറിയാം മന്ത്ലി കറക്റ്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം കുട്ടികളുടെ ബർത്തുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം ട്രീറ്റ്മെന്റും കൂടി ആവശ്യമായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളിൽ ഇൻവോൾസ് ഡയഗ്നോസ്റ്റിക് അതിന്റെ എന്താണ് ഈ പ്രോബ്ലം വരാനുള്ള സാധ്യത എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ളത് കണ്ടെത്തിയിട്ടാണ് ഡോക്ടേഴ്സ് അതുമായി ബന്ധപ്പെട്ട തെറാപ്യൂട്ടിക് ടെക്നിക്കുകൾ അല്ലെ നമ്മുടെ ചികിത്സാപരമായിട്ടുള്ള ടെക്നിക്കുകളെല്ലാം അവര് അവലംബിക്കുന്നത്. അതിനനുസരിച്ചിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ഓക്കെ. അപ്പൊ അതിന്റെ ഇതുകളെല്ലാം നമ്മൾ ഇതിൽ പെടാത്തതൊന്നും ഡിസ്കസ് ചെയ്ത് നേരം കളയണമെന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതെല്ലാം അല്ലെ ഗൂഗിൾ ഇന്ന് നിങ്ങളുടെ കൈ സ്വന്തമായിട്ടുള്ള ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊക്കെ റെഫർ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ നോക്കാം എന്താണ് ബോത്ത് മെൻ ആൻഡ് വുമൺ ആൻഡ് ഇൻവോൾവ്സ് ഡയഗ്നോസ്റ്റിക്സ് ഓഫ് ഇൻഫെർട്ടിലിറ്റി തെറാപ്യൂട്ടിക് ടെക്നിക്ക്. അങ്ങനെ ഒരു തെറാപ്യൂട്ടിക് ടെക്നിക്ക് അത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് സാധാരണയായിട്ട് ഈ ഒരു ബർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിലെ ഒരു വിഭാഗം അല്ലെ ഭ്രൂണശാസ്ത്രം എന്ന് പറയുന്നത് എംബ്രിയോളജി എന്ന് പറയുന്നത് ഭ്രൂണശാസ്ത്രം സർവീസ് ആണ്. ആ ഒരു ഓക്കെ എംബ്രിയോളജി എന്ന് പറയുന്നത് ഭ്രൂണശാസ്ത്ര സർവീസ് ആണ്. ഓക്കെ, അത് എന്താണ് സജസ്റ്റ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ പുറത്ത് അതായത് വുമണിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ഗർഭധാരണം ഉണ്ടാവാതെ പുറത്ത് നമുക്കറിയാം ഇപ്പൊ ടെസ്റ്റ് ശിശുക്കളും അല്ലെ എല്ലാം തന്നെ ഭ്രൂണമായതിനു ശേഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന ഒരു ഇതുണ്ട് ഫെർട്ടിലൈസേഷൻ. സാധാരണയായിട്ട് ഇതിൽ പറയുന്നത് വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് joining of a woman's egg and a man's sperm in a laboratory dish. അതായത് ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ അല്ലെ ആ ഒരു മീനിങ് ആണ്. ഭ്രൂണശാസ്ത്രം എന്നാണ് എംബ്രിയോളജി എന്ന് പറയുന്നത്. അതായത് അത് തന്നെയാണ് മീൻ ചെയ്ത് വരുന്നത് എന്താണ് വിട്രോ ഫെർട്ടിലൈസേഷൻ. എംബ്രിയോളജി സർവീസ് സച്ച് ആസ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് ജോയിനിങ് ഓഫ് വുമൺസ് എഗ് ആൻഡ് മാൻസ് സ്പെറം ഇൻ ലബോറട്ടറി ഡിഷ് അല്ലെ നമ്മള് ലബോറട്ടറിയിൽ ടെസ്റ്റ് ട്യൂബിലാണ് ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ നടത്തി റീപ്രൊഡക്ഷൻ കുട്ടികളുടെ ബർത്തുമായി ബന്ധപ്പെട്ട ആ ഒരു ഫംഗ്ഷൻ നടത്തുന്നത് അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കുറയുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ട്രീറ്റ്മെന്റിലേക്ക് ഡോക്ടേഴ്സ് തിരിയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി PCOD ഒക്കെ അതിലൊരു കാരണമാകാം. എനിവേ എന്താണ് സാധാരണ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു ഫംഗ്ഷൻ അത് സംഭവിക്കാതെ വരുമ്പോഴാണ് പുറത്ത് ശരീരം അല്ലെ പുറത്ത് തന്നെ ഈ ഒരു ഫംഗ്ഷൻ നടത്തേണ്ടി വരുന്നത്. വിട്രോ ഫെർട്ടിലൈസേഷൻ അതില് ഒരു ഷോർട്ട് ഫോം ആണ് IVF. വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നതാണ് VF. ഓക്കെ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് അതിൽ പറയുന്നത് IVF. IVF എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ജോയിനിങ് ഓഫ് വുമൺസ് എഗ് ആൻഡ് മാൻസ് സ്പെറം ഇൻ എ ലബോറട്ടറി ഡിഷ്. ഓക്കെ, അതാണ് വിട്രോ ഫെർട്ടിലൈസേഷനിൽ മീൻ ചെയ്യുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ നാച്ചുറലി ഗർഭധാരണം നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ ഒരു ട്രീറ്റ്മെന്റിലേക്ക് ഡോക്ടേഴ്സ് തിരിയുന്നത്. ഓക്കെ, ഒബ്സ്ട്രിക്സ് വിഭാഗത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ വായിച്ചു നോക്കാം. IVF എന്ന് പറയുന്നതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷനിൽ മീൻ ചെയ്യുന്നത് ഇതാണ് ജോയിനിങ് ഓഫ് വുമൺസ് എഗ്സ് അല്ലെ. നമ്മൾ അണ്ടവും ബീജവും അത് കൂടിച്ചേരണമല്ലോ സാധാരണയായിട്ട്. അത് നാച്ചുറലി ഫംഗ്ഷൻ നടക്കാതെ വരുമ്പോൾ ഗർഭധാരണം നടക്കാതെ വരുമ്പോഴാണ് പുറത്ത് അല്ലെ ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിലേക്ക് വരുന്നത്. അതിലേക്ക് അല്ലെ നമുക്കറിയാം മെന്നിന്റെ ആണെങ്കിലും
വുമൺ ഡേ ആണെന്നെങ്കിലും അത് എടുത്തിട്ട് സാധാരണയായിട്ട് അതിലൂടെ അത് നമുക്ക് ടെസ്റ്റ് ട്യൂബിലൂടെ നടത്തിയിട്ടാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഇതിന്റെ കുറച്ച് വിവരണങ്ങൾ കൂടുതലാണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുള്ളവർക്ക് അത് അറിയാൻ പറ്റും. അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് അത് വിവരിക്കാനൊക്കെ ഉണ്ട്. കുറച്ച് സമയമെടുത്ത് ഡോക്ടറും ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ചിലപ്പോഴൊക്കെ അത് മൂവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വീണ്ടും അവരെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. വീണ്ടും ട്രീറ്റ്മെന്റ് അല്ലെ. നമുക്കറിയാം കുട്ടികൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വിവാഹിതരായ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഒരു കുട്ടിയെ കാണുന്ന അല്ലെ. സാധാരണയായിട്ട് നാച്ചുറലി ഇത് നടന്നില്ലെങ്കിൽ ട്രീറ്റ്മെന്റിനായിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥ എല്ലാവർക്കും പോസിബിൾ ആയാലും വരില്ല. ചിലപ്പോഴൊക്കെ ഹൈ കോസ്റ്റ്ലി ആയതുകൊണ്ട് ചിലപ്പോൾ നടന്നു വരില്ല. എനിവേ സാധാരണയായിട്ട് ഇപ്പോഴത്തെ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ഒരു രീതിയിൽ. ഏതെങ്കിലും രീതിയിൽ നമുക്കറിയാം ഒരു ദത്ത് കുട്ടീനെ എടുക്കുന്നതിനേക്കാളും ബെറ്റർ ആണ് അല്ലെ. ഒരു ഇച്ചിരി കൂടി ഫിനാൻഷ്യലി മുടക്കിയിട്ട് ഒരു കുട്ടിയെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെ കൊണ്ടു നടക്കാന്നുള്ളത് വളരെ എന്താ പറയുക ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷെ അതിന് ചിലപ്പോൾ കോസ്റ്റ്ലി ഇച്ചിരി കൂടി ഹൈ ആയിരിക്കും. എനിവേ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ് അത് സാധ്യമാകുന്നത്. അതിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ മീൻ ചെയ്യുന്നത് ജോയിനിങ് ഓഫ് വുമൺസ് എഗ് ആൻഡ് എമൻസ് സ്പെറം ഇൻ എ ലബോറട്ടറി ഡിഷ്. ഓക്കെ, വായിച്ചു നോക്കാം. യെസ്, സയന്റിഫിക് ട്രാൻസ്മെന്റ് ആണ്. നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഗൈനക്കോളജി വിഭാഗമാണ് നമ്മുടെ കഴിഞ്ഞത്. അതിന്റെ ഒരു അല്ലെ ഒരു സ്പെഷ്യാലിറ്റി അതാണ് ഒബ്സ്റ്ററ്റിക്സ് വിഭാഗം വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ന്യൂറോളജി വിഭാഗമാണ്. ന്യൂറോളജി എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ന്യൂറോളജി എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? മതി, ഞാൻ കുറച്ചല്ലേ എടുത്തുള്ളൂ. നെർവസുമായി ബന്ധപ്പെട്ടാണ്. കുറേശ്ശെയാണ് ഇത്, കുറേശ്ശെ പോകാൻ പറ്റുള്ളൂ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. അതുകൊണ്ട് ഞങ്ങള് കുറച്ചേച്ച് അല്ലെ, എന്നാലും ഒരു 2-3 കണ്ടിന്യൂ ചെയ്തോട്ടെ. നെർവസ് സിസ്റ്റമായിട്ടാണ് ഞാൻ കുറച്ച് എടുക്കുള്ളൂ. ഒന്നുകൂടി വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരത്തേക്കാം. എന്താണ് ന്യൂറോളജി വിഭാഗം എന്ന് പറയുന്നത്? നമ്മുടെ ന്യൂറോയുമായി ബന്ധപ്പെട്ട വിഭാഗമാണ്. നിങ്ങൾക്കറിയാം അല്ലെ. ഏതായാലും ബ്രെയിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര തലവേദന വരികയാണെങ്കിൽ, ചിലർക്കൊക്കെ ഏജ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ സ്ട്രോക്ക് അല്ലെ, അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും പക്ഷാഘാതങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറീസ് അല്ലെ, എന്തെങ്കിലും വീഴ്ചകളും കാര്യങ്ങളൊക്കെ വന്ന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുമ്പോഴൊക്കെ ഏത് ഡോക്ടറെയാണ് സമീപിക്കേണ്ടത്? ന്യൂറോളജി വിഭാഗത്തിൽ. ന്യൂറോളജി വിഭാഗത്തിൽ ഞരമ്പുമായിട്ടുള്ള വിഭാഗമാണ്. ഞരമ്പുകളിലെ നമ്മുടെ തലയോട് ചേർന്ന് അതേമാതിരി തന്നെ സുഷിര നാഡിയുമായി ബന്ധപ്പെട്ടുള്ള ഞരമ്പുകൾക്കെല്ലാം എന്തെങ്കിലും ക്ഷതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ന്യൂറോളജി വിഭാഗം. Neurology deals with the human nervous system. The doctors in this department investigate the treat patient or problems affecting their brain and spinal cord. സ്പൈനൽ കോഡും ബ്രെയിനുമായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ ഏത് വിഭാഗത്തിനെയാണ് സമീപിക്കേണ്ടത്? ന്യൂറോളജി വിഭാഗം. ന്യൂറോളജിസ്റ്റ് ആയിരിക്കും അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം നമ്മള് ഒരു ചെറിയ പനിയും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി ന്യൂറോളജിസ്റ്റിനെ കാണോ? ഇല്ല. നമ്മള് നാച്ചുറലി അതൊക്കെ നമ്മളൊരു ഫിസിഷ്യനെയാണ് കാണിക്കുക. ഫിസിഷ്യൻ റെഫർ ചെയ്യാണ്. ചിലപ്പോ എന്തെങ്കിലും ന്യൂറോവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളാണ്. ചിലപ്പോഴൊക്കെ
ഈ പനിയും ചുമയെന്ന് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ അല്ലെ നമ്മളിപ്പോ നടത്തിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്, വേച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ന്യൂറോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിഗ്നൽസ് അല്ലെ, നമുക്ക് കൃത്യമായിട്ട് തന്നെ ഒരു വ്യക്തിക്ക് ഒരു തീ കാണുമ്പോൾ നമുക്ക് അത് കൈയെടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി, അതായത് അത് വന്നില്ല എങ്കിൽ അതിനെന്തോ ഒരു സംതിങ് റോങ് ആണ് അല്ലെ. അത് നമ്മുടെ ബ്രെയിൻ ആവശ്യപ്പെടാഞ്ഞിട്ടാണ് ആ വ്യക്തിക്ക് ആ കൈ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ ഏത് ഡോക്ടറെ കാണണമെന്ന് കണ്ടെത്താൻ പറ്റാതെ ആയിരിക്കും ഒരു പക്ഷെ ഫിസിഷ്യനെ കാണിക്കുന്നത്. അപ്പൊ ഫിസിഷ്യൻ പറയും നിങ്ങൾ ഏത് ഡോക്ടറെ കാണണമെന്ന് പറയും, ന്യൂറോളജി അല്ലെ, ന്യൂറോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറയും. കാരണം ബ്രെയിൻ എന്ത് പറയുന്നതോ അത് ആക്ട് ചെയ്യാനുള്ള കഴിവ് ആണ് ശരിക്കും വേറെ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത്. ബ്രെയിന് കൃത്യമായിട്ട് സംവാദനത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി വിഭാഗം എന്നുള്ളത്. But neurology deals with the human nervous system. The doctors in this department investigate and treat patients for problems affecting their brain and spinal cord. The neurologists examine patients who have been referred to them by other physicians in both the inpatient and outpatient settings. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫിസിഷ്യൻസ് എക്സാമിൻ ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ ന്യൂറോളജിസ്റ്റിനെ റെഫർ ചെയ്യുന്നത് അല്ലെ. ചിലതുമായി ബന്ധപ്പെട്ട അവർക്ക് വിചാരിച്ച സ്ഥലത്തേക്ക് നടന്നെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൈ കൊണ്ടുവന്ന് ചെന്നെത്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൈ വഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ ഭയങ്കര ഹെഡേക്ക്, മാറാത്തൊരു തലവേദന, മൈഗ്രെയിൻ ഒക്കെ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അല്ലെ ഫിസിഷ്യൻ നിങ്ങൾ ഇന്ന ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറയുന്നത്. ഒരു പക്ഷേ അദ്ദേഹം ഇൻപേഷ്യന്റ് ആയിട്ട് അല്ലെ, നമ്മൾ അറിയാം ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് എന്താണെന്ന് അറിയാലോ. ഇൻപേഷ്യന്റ് എന്താണ് അറിയോ? ആദ്യം തന്നെ എടുത്തതാണ് ഇൻപേഷ്യന്റ്. പോയോ എല്ലാവരും? ഔട്ട് പേഷ്യന്റ്, ഇൻപേഷ്യന്റ്, അഡ്മിറ്റഡ് പേഴ്സൺസ്. ഓക്കെ, ഇൻപേഷ്യന്റ് അഡ്മിറ്റഡ് പേഴ്സൺ ആണ്. നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് വന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോകും അല്ലെ. ഒരു ഫിസിഷ്യനെ കണ്ട് ഫിസിഷ്യൻ അഡ്മിഷൻ കൊടുത്ത് അദ്ദേഹത്തിന്റെ ചികിത്സയൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നു. പക്ഷെ അവർ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ സംതിങ് എന്തോ അല്ലെ ന്യൂറോന്റെ എന്തെങ്കിലും പ്രോബ്ലം ആണ് എങ്കിൽ ന്യൂറോനെ അവരെ റെഫർ ചെയ്യും അല്ലെ. ഇൻ കേസ് നമുക്കറിയാം പെട്ടെന്ന് ഒരു വ്യക്തി വരികയാണ്, അദ്ദേഹം സ്ട്രോക്കിന്റെ ലക്ഷണത്തോടു കൂടിയാണ് ഫിസിഷ്യനെ സമീപിക്കുകയാണെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ കൂടി അവർക്ക് അപ്പൊ തന്നെ ന്യൂറോയ്ക്ക് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കറിയാം ഫിസിഷ്യന് എല്ലാത്തിനെയും കുറിച്ചിട്ട് അല്ലെ ഒരു ഇങ്ങടേക്ക് തിരിച്ചു വിടണമെന്നുള്ള ഒരു കഴിവ് ഫിസിഷ്യന് ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ടാണ് ഫിസിഷ്യൻ നമ്മുടെ ന്യൂറോളജിസ്റ്റിനെ കാണാനായിട്ട് പറയുന്നത്. അപ്പൊ അത് തന്നെയാ പറയുന്നത്, ഇൻപേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഫിസിഷ്യൻ അത് ഡീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കാരണം എന്തുമായി ബന്ധപ്പെട്ട സിംറ്റംസ് വരുമ്പോഴാണ് ന്യൂറോ അല്ലെ നെർവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴാണ് അവരങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മാതിരി ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ജസ്റ്റ് ഞാൻ 2 പോയിന്റ്സ് പറഞ്ഞ് നിർത്തിയിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ന്യൂറോളജി വിഭാഗത്തിനെ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതുവരെ വായിച്ചിട്ട് വരിക. Okay. Thank you.